തൃശൂർ പെരിഞ്ഞനം പള്ളിയിൽ ഭഗവതി ക്ഷേത്രമുറ്റത്ത് ഒരാനയുണ്ട്. കളവിരിച്ചാട്ടിൽ ദേവിദാസൻ. 8 അടി പൊക്കവും 10 അടി നീളവുമുള്ള ദേവിദാസന്റെ അടുത്ത് പക്ഷേ ധൈര്യത്തോടെ ആർക്കും ചെല്ലാം. നെറ്റിപ്പട്ടം കെട്ടി തുമ്പിക്കൈയും ചെവിയും മാട്ടി നിൽക്കുന്ന ഈ ഗജവീരന്റെ കൂടെ സെൽഫി എടുക്കാം. പെരിഞ്ഞനം സ്വദേശി കളവിരാച്ചട്ടിൽ മധു നിർമ്മിച്ച കൃത്രിമ ആനയാണ് കാഴ്ചക്കാർക്ക് വിസ്മയമാകുന്നത്. സ്റ്റീൽ, ഫോം ഷീറ്റ്, സ്പോഞ്ച്, റബ്ബർ തുടങ്ങിയവ ഉപയോഗിച്ചാണ് 1 വർഷത്തോളം എടുത്ത് മധു ആനയെ നിർമ്മിച്ചത്. വെൽഡിങ്ങും ഇലക്ട്രിക്കൽ പണികളും ഒഴിച്ച് ബാക്കിയെല്ലാം മധു തന്നെയാണ് പൂർത്തിയാക്കിയത്. 4 ലക്ഷം രൂപയോളമാണ് നിർമ്മാണ ചെലവ്. സ്കൂൾ കാലഘട്ടം മുതൽ ചെറിയ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയിരുന്ന മധു വിദ്യാർത്ഥികൾക്ക് എക്സിബിഷനും മറ്റാവശ്യമായ നിർമ്മിതികൾ ചെയ്തു കൊടുക്കാറുണ്ട്. ഫൈബർ ഉപയോഗിച്ച് ചെറിയ ആനകളെ നിർമ്മിച്ച ആത്മവിശ്വാസത്തിൽ നിന്നാണ് വലിയ ആനയുടെ നിർമ്മാണ പ്രവർത്തനത്തിലേക്ക് മധു എത്തിയത്. 4 ചക്രത്തിലുള്ള തട്ടിൽ മോട്ടോർ ഘടിപ്പിച്ച് ആനയെ എവിടെ വേണമെങ്കിലും കൊണ്ടുപോകാം. പിന്നെ അത് ഉണ്ടാക്കാൻ ഒത്തിരി ടൈം എടുത്തു എന്നുള്ളതാണ്. ഒരു കൊല്ലവും 28 ദിവസം പിടിച്ചു. ഈ 1/2 മണിക്കൂർ 1 മണിക്കൂർ, ചിലപ്പോൾ 1/2 ദിവസം, അതിൽ കൂടുതൽ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റില്ല. ഈ മെറ്റീരിയൽ സ്റ്റൈലൻസ് സ്റ്റീലാണ്. സ്റ്റീൽ മെറ്റീരിയൽ, റബ്ബർ ഷീറ്റ്, ഫോം ഷീറ്റ്, അതുപോലെ സ്പോഞ്ച്, നെറ്റ്, മാറ്റ്, ഇതെല്ലാം ഇതിലുണ്ട്. അങ്ങനെയാണ് ഇതിനെ പൂർണ്ണ രൂപമാക്കി മാറ്റിയിരിക്കുന്നത്. ശരിക്കും ഇതുണ്ട്, മെക്കാനിക്കൽ ആക്കാനുള്ള പ്ലാൻ നേരത്തെ ഉണ്ടായിരുന്നു എനിക്ക്. ചെറിയ ആന ഉണ്ടാക്കുമ്പോൾ തന്നെ ഈ കാറ്റ് വരില്ലേ, കാറ്റിലാടുന്ന തല അനക്കുന്ന രീതിയിലൊക്കെ ഞാൻ ഉണ്ടാക്കാറുണ്ട്. അതിനുശേഷം പിന്നെ മെക്കാനിക്കലാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അത് സെറ്റായി കിട്ടിയെന്ന് മാത്രം. അതിൽ 1-2 പേര് ഹെൽപ്പ് ഉണ്ട് ഇതിൽ. യൂട്യൂബ് നോക്കിയിട്ടല്ല ചെയ്തിരിക്കുന്നത്. അത് നമുക്ക് നമ്മുടെ ഐഡിയയിൽ നമ്മുടെ ഒരു കൂട്ടുകാരനെ വിളിച്ചിട്ട് വെൽഡ് ചെയ്യിച്ചു, ആദ്യം ഫ്രെയിം ചെയ്യിച്ചു. ഇക്കഴിഞ്ഞ ദിവസം പെരിഞ്ഞനം പള്ളിയിൽ ഭഗവതി ക്ഷേത്രോത്സവത്തിന് തുടക്കം കുറിച്ച് നടന്ന കൊടിയേറ്റ ചടങ്ങിന് ദേവിദാസനും നെറ്റിപ്പട്ടം ചാർത്തി അകമ്പടിയായി ഉണ്ടായിരുന്നു. 7 ദിവസം നീണ്ടു നിൽക്കുന്ന ക്ഷേത്രത്തിലെ ഉത്സവം കഴിയുന്നതുവരെ ഇനി ദേവിദാസനും ക്ഷേത്രമുറ്റത്തുണ്ടാകും. കേരള വിഷൻ ന്യൂസ്, തൃശൂർ.